ഹോട്ടലിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് വന്നതറിഞ്ഞ് നടൻ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഓടിയതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു പോലീസ്. 32 ചോദ്യങ്ങൾ തയ്യാറാക്കി നടനെ കാത്തിരിക്കുകയായിരുന്നു പോലീസ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചോദ്യം ചെയ്യലിന് നടൻ എത്തുമെന്നായിരുന്നു കുടുംബം അറിയിച്ചത്. എന്നാൽ ഷൈൻ അവിടെ ഹാജരാകാൻ സാധ്യത കുറവാണെന്നും മുതിർന്ന അഭിഭാഷകരിൽ നിന്നും ഷൈൻ നിയമോപദേശം എടുത്തിട്ടുണ്ടെന്ന് എന്നൊക്കെയായിരുന്നു അറിയാൻ സാധിച്ചിരുന്നത്. ആ 32 ചോദ്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള നടപടികളും ഷൈൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ മനസ്സിലാക്കി ഉത്തരങ്ങൾ മുൻകൂട്ടി പഠിച്ചെത്താനാണ് നീക്കം. അതിനിടെ സെറ്റിലെ അപമര്യാദയിൽ പോലീസിന് പരാതി നൽകില്ലെന്ന നിലപാടിന് വിൻസി അലോഷ്യസ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ 32 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ നടന് രക്ഷ നേടാം, മറുപടിയിൽ പിഴച്ചാൽ നടനെതിരെ കേസെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു. എന്തായാലും ഇത്രയും അപകടം നിറഞ്ഞ വഴി തിരഞ്ഞെടുത്തത് പോലീസിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. നടന്റെ ചാട്ടവും ഓട്ടവും ഹോട്ടൽ അധികൃതർക്കും അമ്പരപ്പുളവാക്കി. രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്ന് ഷൈൻ തന്നെ മറുപടി പറയണമെന്ന നിലപാടിലായിരുന്നു പോലീസുകാർ. മറ്റൊരാളെ തപ്പിയാണ് ഹോട്ടലിൽ പോയതെന്നും ഷൈൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് പരിശോധിച്ചതാണെന്നുമാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഷൈൻ മുറിയെടുത്തതറിഞ്ഞ് പോലീസ് പരിശോധന നടത്തിയതെന്ന് വ്യക്തമാണ്. പരിശോധനയ്ക്കിടെ 3 നില കെട്ടിടത്തിൽ നിന്നും ഷൈൻ ചാടിയും ഓടിയും കടന്നു കളഞ്ഞതിൽ ദുരൂഹത തുടരുകയാണ്. അടുത്തിടെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ അതോ മറ്റെന്തെങ്കിലും കാരണം പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഷൈൻ മൊഴി നൽകിയാലേ ഇതിലൊക്കെ വ്യക്തത ഉണ്ടാവുകയായിരുന്നു. ഇതിനിടെ ഗുണ്ടാസംഘമാണ് ഹോട്ടലിലെ മുറിയിലെത്തി മുട്ടിയതെന്ന് വിചാരിച്ചാണ് റിസ്ക് എടുത്ത് രക്ഷപ്പെട്ടതെന്ന വാദം ഷൈൻ മുമ്പോട്ട് വയ്ക്കും. സിനിമയിൽ തനിക്ക് ശത്രുക്കളുണ്ടെന്നും പോലീസിനെ അറിയിക്കും. എന്നാൽ അജ്ഞാത ശത്രുക്കളായി അവരെ ചിത്രീകരിക്കുകയും ചെയ്യും. വിൻസിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലെ മൊഴിയൊന്നും നൽകിയില്ല. അങ്ങനെ ചെയ്താൽ വിൻസി പോലീസിൽ പരാതി നൽകുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് നടന്റെ തന്ത്രപരമായി മൊഴി നൽകുക. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്നാണ് പിതാവ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഷൈന്റെ തൃശൂരിലുള്ള വീട്ടിലെത്തിയിട്ടാണ് പോലീസ് ഇന്നലെ നോട്ടീസ് നൽകിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ മകൻ യാത്രയിലായതിനാൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നും പിതാവ് മറുപടി നൽകി. സെൻട്രൽ എസ്.പിയുടെ നേതൃത്വത്തിലാകും നടനെ ചോദ്യം ചെയ്യുക. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ഷൈന്റെ പിതാവ് ചാക്കോ പറഞ്ഞു. ഷൈൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും ഷൈനെതിരെയുള്ള കേസ് ഓലപ്പാമ്പാണെന്നുമാണ് പിതാവ് പറയുന്നത്. ഡാൻസ് ഓഫ് ടീം എത്തിയപ്പോൾ ഷൈൻ എന്തിന് ഇറങ്ങിപ്പോയി, ഹോട്ടലിൽ മുറിയെടുത്തത് എന്തിന്, ഒളിവിൽ പോയത് എന്തിന് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന് അറിയേണ്ടത്. നിലവിൽ ഷൈനെ ഒരു കേസിലും പ്രതി ചേർത്തിട്ടില്ലായിരുന്നു. നഗരത്തിലെ ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയായ സജീറിനെ തേടിയാണ് കലൂരിൽ ഡാൻസ് ഓഫ് സംഘം എത്തിയത്. ഇയാൾ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ ഉണ്ടാകുമെന്നായിരുന്നു നിഗമനം. റൂം സർവീസ് എന്ന് പറഞ്ഞാണ് ഡാൻസ് ഓഫ് ടീം റൂമിൽ ബെല്ലടിച്ചത്. ഇവിടെ സർവീസ് വേണ്ടെന്ന് പറഞ്ഞ ശേഷം ഷൈൻ ജനലിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കുകയും ചെയ്തിരുന്നു പോലീസ്. 32 ചോദ്യങ്ങൾ അടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയത്. ഹോട്ടലിൽ പരിശോധന നടന്ന രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ ഇഴകീറി ചോദിക്കാനാണ് നീക്കം. ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ 1 മാസത്തെ കോൾ ലോഗുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച 6 ഹോട്ടലുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനെ സന്ദർശിച്ച പട്ടികയും പോലീസ് തയ്യാറാക്കിയിരുന്നു. അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഷൈനുമായി ബന്ധപ്പെട്ട് എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. കൊച്ചിയിലെ 3 പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുമായി ഷൈൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ന് ഹാജരായില്ലെങ്കിലും പ്രശ്നമില്ലെന്നാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ചിരുന്ന നിയമോപദേശം. എന്നാൽ ഇന്ന് ഹാജരായില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന ആശങ്ക ഷൈനും കുടുംബത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജരാകാൻ കുടുംബം സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ടായിരുന്നു. ഇത് ഷൈൻ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ബാക്കി പത്രമായത് അറസ്റ്റായിരുന്നു. കൃത്യമായി തെളിവുകൾ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല അറസ്റ്റ് ജാമ്യം കിട്ടുന്ന വകുപ്പുമായിരുന്നു. NDPS നിയമം സെക്ഷൻ 27-29 പ്രകാരമാണ് കേസെടുത്തത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് വൈദ്യപരിശോധന നടത്തിയത്. ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമെതിരെയാണ് കേസെടുത്തിരുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷിക്കും. ലഹരി ഇടപാടുകാരനുമായുള്ള ഷൈന്റെ ഫോൺ സംഭാഷണമാണ് കേസിന് വഴിത്തിരിവായത്. ലഹരി കച്ചവടക്കാരി തസ്ലീമയുമായി ബന്ധമുണ്ടെന്നും ഷൈൻ സമ്മതിച്ചു. ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പോലീസിനോട് ഷൈൻ സമ്മതിക്കുകയുണ്ടായി. ഉപയോഗിക്കുന്നത് മെത്താഫെറ്റമിൻ കഞ്ചാവ് എന്നും ഷൈൻ ടോം വ്യക്തമാക്കി. ഇത് എത്തിച്ചു നൽകുന്നത് സിനിമാ പ്രവർത്തകരെന്നും ഷൈൻ ഇതിനോടകം പറഞ്ഞു. എന്നാൽ 1 വർഷം മുമ്പ് ലഹരിമുക്ത ചികിത്സ തേടിയതായും ഷൈൻ വ്യക്തമാക്കുന്നുണ്ട്. താരത്തിന് ഡോപ്പിംഗ് ടെസ്റ്റും മറ്റും നടത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ചോദ്യം ചെയ്യലിൽ പതറിയ ഷൈൻ ഇടനിലക്കാരനായ സജീറിനെ അറിയാമെന്ന് ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ യുവതിയുടെ മൊഴി പുറത്തുവരികയും സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോയുമായി ഇടപാടുകളുണ്ടെന്ന ആരോപണവും പുറത്തു വന്നിരുന്നത്. ഈ സാഹചര്യത്തിൽ ഷൈനെ എക്സൈസ് സംഘം ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. മുറിയുടെ പുറത്ത് പോലീസിനെ കണ്ട് ഈ കേസിൽ
അറസ്റ്റിന് വന്നതാണോ എന്ന സംശയം കൊണ്ട് രക്ഷപ്പെട്ടതാകാനാണ് സാധ്യതയെന്നും പോലീസ് സംശയിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്തിരിക്കാമെന്ന സംശയം ഓട്ടത്തിന് കാരണമായോ എന്നും പോലീസും സംശയിച്ചു. ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ നടനെ അപ്പോൾ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കണമായിരുന്നു. അതിന് കഴിഞ്ഞിരുന്നില്ല. മുടിയും നഖവും പരിശോധിച്ചാൽ നടൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാമായിരുന്നു. എന്നാൽ ഇത്തരം ഒരു പരിശോധനയ്ക്ക് നടൻ തയ്യാറാകില്ലെന്നായിരുന്നു സൂചനകൾ. ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് നടി ബിൻസിയുടെ ആരോപണം ചൊവ്വാഴ്ചയായിരുന്നു പുറത്തുവന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യലിന് എത്തിയതാണോ എന്നും നടൻ സംശയിച്ചിരിക്കാമെന്നും പോലീസ് കരുതിയിരുന്നു. സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിവരികയാണ്.